കോടി രൂപയുടെ ലഹരി മരുന്നുമായി ആഫ്രിക്കക്കാർ പിടിയിലായ സംഭവത്തിൽ ലഹരി എത്തിക്കാൻ ലക്ഷ്യമിട്ടത് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും. കൊച്ചിയിൽ നിന്ന് ആഭ്യന്തര വിമാനത്തിൽ മറ്റ് വൻ നഗരങ്ങളിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ടാൻസാനിയൻ സ്വദേശികളായ ദമ്പതികളായിരുന്നു പിടിയിലായത്. ക്യാപ്സൂൾ രൂപത്തിലാക്കിയാണ് 30 കോടി രൂപ വില വരുന്ന കൊക്കൈൻ കടത്താൻ ശ്രമിച്ചിരുന്നത്. ഒമറിയത്തു മണി ജോങ്കോ, വെറോണിക്ക അഡ്രേഹം ദുങ്കുരു എന്നിവരായിരുന്നു കൊച്ചി വിമാനത്താവളത്തിൽ DRIയുടെ പിടിയിലായത്. ഈ മാസം 16-ന് എത്യോപ്യയിൽ നിന്ന് ദോഹ വഴി ബിസിനസ് വിസയിലാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ഇതിൽ ഒമറിയത്തുവിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊച്ചി വഴി ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ലഹരി എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമായത്. റോഡ് മാർഗം കൊണ്ടുപോകാമെന്നായിരുന്നു പദ്ധതി. ആഫ്രിക്കൻ ലഹരി സംഘങ്ങൾ ഡൽഹിയിലും മുംബൈയിലുമുണ്ട്. വെറോണിക്കയുടെ ശരീരത്തിൽ നിന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തു കഴിഞ്ഞിട്ടില്ല. വയറിളക്കിയാണ് പുറത്തെത്തിക്കുന്നത്. വെറോണിക്കയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. രണ്ടുപേരുടെ ശരീരത്തിലും 2 കിലോ വീതം കൊക്കൈൻ ഉണ്ടായിരുന്നു. ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തിയാണ് വിദേശ സംഘങ്ങളും ലഹരി കടത്തുന്നത്. ക്യാപ്സ്യൂൾ പൊട്ടി കൊക്കൈൻ നേരിട്ട് ശരീരത്തിൽ 1 മില്ലിഗ്രാം പോലും എത്തുന്നത് മരണത്തിലേക്ക് നയിക്കും. കൊക്കൈൻ വിഴുങ്ങി ആഫ്രിക്കക്കാർ പിടിയിലായ കേസിലും DRI അന്വേഷണം ഊർജിതമാണ്. ജനം, കൊച്ചി.